ലോകപ്രശസ്ത ഗസൽ ഗായകൻ ഉസ്താദ് ഗുലാം അലി കേരളത്തിലേക്ക് ജനുവരി 15-17 തീയതികളിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും ഗസൽ സന്ധ്യ നടത്തും. സ്വരലയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഗുലാം അലി മലയാളികൾക്കായി പാടാനെത്തുന്നത്. മുംബൈയിലും പൂനെയിലും ശിവസേനയുടെ പ്രതിഷേധത്തെ തുടർന്ന് പരിപാടികൾ റദ്ദാക്കിയ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം അദ്ദേഹത്തിനെ പാടാനായി ക്ഷണിക്കുന്നത്. എന്തായാലും ഇത്തവണയും ശിവസേന പ്രതിഷേധത്തിൽ തന്നെയാണ്, അതേ ഒരു സ്റ്റാൻഡ് തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിക്കുന്നത് ശിവസേനയുടെ മീഡിയ കമ്മിറ്റി ചെയർമാനായ അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ. ഒപ്പം തന്നെ അദ്ദേഹം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നതാണ്. ശ്രീ MP രാജേഷ് MP ഡൽഹി സ്റ്റുഡിയോയിൽ നിന്ന് ജോയിൻ ചെയ്യും. ഒപ്പം തന്നെ മ്യൂസിഷ്യൻ ശ്രീവത്സൻ ജയമേനോൻ കൊച്ചിയിൽ നിന്നും ജോയിൻ ചെയ്യുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ശിവസേനയുടെ ഒരു നിലപാട് അറിയേണ്ടതുണ്ട്. പൂനെയിലും മുംബൈയിലും എടുത്ത അതേ ഒരു നിലപാടാണോ ഗുലാം അലിയുടെ വിഷയത്തിൽ ശിവസേന കേരളത്തിലും എടുക്കുന്നത്? പാകിസ്ഥാൻ്റെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒളിയുദ്ധം, അതുപോലെ തന്നെ തീവ്രവാദത്തെ പിന്താങ്ങിക്കൊണ്ടുള്ള പാകിസ്ഥാൻ്റെ നിലപാട്, അപ്പോൾ അത് തുടരുന്നിടത്തോളം കാലം പാകിസ്ഥാനുമായിട്ടുള്ള കലാകായിക മേഖലയിൽ ഒരു തരത്തിലും ബന്ധം വേണ്ടെന്നാണ് ശിവസേന നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ നിലപാട് ഇപ്പോൾ മാറ്റേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. പാകിസ്ഥാനുമായിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഏതെങ്കിലും ഒരു ചർച്ചയോ അല്ലെങ്കിൽ ആ ഒരു മഞ്ഞുരുകിയ ഒരു സാഹചര്യം എന്തായാലും ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് ശിവസേന സ്വാഭാവികമായിട്ട് നേരത്തെ എടുത്ത നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ശ്രീ MP രാജേഷ്, കേരളത്തിലും നിലപാട് ശിവസേനയുടേത് മറ്റൊന്നല്ല. ഉദ്ധവ് താക്കറെയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീ MP രാജേഷ്, നേരത്തെ ഉദ്ധവ് താക്കറെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാകിസ്ഥാൻകാരൻ അയാൾ ഗസൽ സിംഗർ ആണെങ്കിലും പാടണ്ട, ഇന്ത്യൻ മണ്ണിൽ പാടണ്ട എന്നൊരു നിലപാട് തന്നെയാണ് ശിവസേനയ്ക്കുള്ളത്. ഇപ്പോൾ കേരളത്തിലേക്കും ആ വിഷയം എത്തി നിൽക്കുമ്പോൾ ശിവസേനയുടെ നിലപാട് ഇതാണെന്ന് അഡ്വക്കേറ്റ് ഹരികുമാർ ഒന്നുകൂടി വ്യക്തമാക്കുമ്പോൾ ശ്രീ MP രാജേഷ്. ഒന്ന്, ഗുലാം അലിയെ ഇവിടെ കൊണ്ടുവരുന്നത് ആരെങ്കിലും വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും വാശി തീർക്കുന്നതിന് വേണ്ടിയിട്ടല്ല. കേരളത്തിന്റെ മഹത്തായിട്ടുള്ള സഹിഷ്ണുതയുടെ പാരമ്പര്യം, കേരളത്തിന്റെ ഉയർന്ന സാംസ്കാരികമായിട്ടുള്ള പ്രബുദ്ധത, അതുപോലെ മതനിരപേക്ഷത, ഇതെല്ലാം ലോകത്തെ കാണിക്കാനുള്ള, ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കാനുള്ള ഒരു നല്ല അവസരം എന്ന നിലയിലാണ് ഇതിനെ കാണേണ്ടത്. അതല്ലാതെ ഇത് ആരോടെങ്കിലുമുള്ള വാശി തീർക്കലിന്റെ പ്രശ്നമൊന്നുമല്ല. ഇവിടെ ശിവസേന മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനെ കേരളം അങ്ങനെ ഉത്തരേന്ത്യയിൽ ഒരുപക്ഷെ മുംബൈയിൽ എതിർപ്പുമായിട്ട് വരുന്നത് പോലെയല്ല. കേരളം ഇതിനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുക, ഈ പ്രതിഷേധത്തെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുക. പ്രതിഷേധിക്കുന്നവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവും. കഴിഞ്ഞ ദിവസത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. നൗഷാദിന്റെ ജീവത്യാഗത്തെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തവർക്ക് നേരെ ഉയർന്നു വന്നൊരു ജനരോഷം എത്രയായിരുന്നു എന്ന് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ ജനരോഷം മൂലം അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു, അവരുടെ വാക്കുകൾ തിരുത്തി പറയേണ്ടി വന്നു എന്നുള്ളത് ഓർമ്മിക്കണം. അപ്പോൾ മുംബൈ അല്ല എന്ന് കേരളം എന്ന് ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കാനുള്ള അവസരമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ശിവസേനയും അത് മനസ്സിലാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുംബൈയിലെ വിഭാഗീയമായിട്ടുള്ള അജണ്ട, തീവ്രമായിട്ടുള്ള നിലപാടുകൾ, അത് കേരളത്തിൽ അതിന് ഒരു സ്വീകാര്യതയും ഉണ്ടാവില്ല. ശിവസേനയ്ക്ക് കേരളത്തിൽ വലിയ സ്വാധീനമില്ല എന്നതുകൊണ്ട് മാത്രമല്ല, അവരെ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുന്നതിന് മാത്രമേ അതിടയാക്കുകയുള്ളൂ. അതുപോലെ തന്നെ ശിവസേനയും മറ്റുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേ മുംബൈക്ക് തന്നെ സഹിഷ്ണുതയുടെ ഒരു വലിയ പാരമ്പര്യവും ചരിത്രവും ഉണ്ടായിരുന്നു. ഇപ്പൊ ഗുലാം അലി ഇവിടെ വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ബഡേ ഗുലാം അലി ഖാനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും പൗരത്വം കൊടുക്കുകയും ചെയ്ത ചരിത്രം നമ്മുടെ നാടിനുണ്ട്. പാകിസ്ഥാനിൽ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മറുകര കണ്ടയാൾ എന്നറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ബഡേ ഗുലാം അലി ഖാൻ, അദ്ദേഹം ആ പാകിസ്ഥാനിലെ മതാധിഷ്ഠിതമായ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ തുടരാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം, അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കണം എന്ന ആവശ്യം ഇവിടെ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അന്നത്തെ മുംബൈയിലെ പ്രധാനമന്ത്രിയായിരുന്ന, മുഖ്യമന്ത്രിയല്ല, മുംബൈയിലെ പ്രധാനമന്ത്രി ആയിരുന്ന മൊറാർജി ദേശായിയുടെ ആവശ്യപ്രകാരം ജവഹർലാൽ നെഹ്റുവാണ് അദ്ദേഹത്തിന് വിസ കൊടുത്തത്, ഒപ്പം പൗരത്വവും കൊടുത്തത്. തുടർന്ന് അദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ചത് മഹത്തായിട്ടുള്ളൊരു ചരിത്രമാണ്. അപ്പോൾ ബഡേ ഗുലാം അലിക്ക് ഇന്ത്യയിൽ വരാനും പാടാനും ഇന്ത്യയിൽ ജീവിക്കാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന്
ചെറിയ ഗുലാം അലിക്ക്, ഗസൽ ചക്രവർത്തിയായിട്ടുള്ള ഗുലാം അലിക്ക് ഇന്ത്യയിൽ വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഇന്ത്യയെ മുന്നിലേക്കാണോ നയിക്കുന്നത്, പിന്നിലേക്കാണോ നയിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. യെസ്, അതിനുള്ള മറുപടി കൃത്യമായി തന്നെ ശ്രീ ഹരികുമാർ പറയും. അതിനു മുമ്പ് തന്നെ നമ്മൾ ശ്രീവത്സഞ്ജയ മേനോനിലേക്കോട് പോവുകയാണ്. പൊതുവിൽ അസഹിഷ്ണുത എന്ന വിഷയം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിലടക്കം രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ അടക്കം ഉയർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കലയുടെ മേഖലയിലേക്കും ഈ അസഹിഷ്ണുത കടന്നു വരുന്ന ഒരു അംഗീകരിക്കാനാവാത്ത തരത്തിലുള്ള ഒരു ഇടപെടലിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? പ്രത്യേകിച്ച് പലയിടങ്ങളിലായി കൺസേർട്ട് ഒക്കെ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിൽ ഏറ്റവും സംഘടിതമായ രീതിയിൽ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ വിവേചനം പല രീതിയിലും നമ്മുടെ സംഗീത സംസ്കാരത്തിലും നമ്മുടെ ഇന്നത്തെ സംഗീതത്തിൻ്റെ ഒരു കർണാടക സംഗീതമായാലും ഹിന്ദുസ്ഥാനി സംഗീതമാണെങ്കിലും ഏത് സംഗീത മേഖല എടുത്താലും ഇത്തരം വിവേചനങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരന് സാധിക്കാറുമില്ല. വളരെ വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ തന്നെ ഉണ്ടാവുന്നത്. അതിലും വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരാളെ പാടാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നത്. വിശേഷിച്ചും ഗുലാം അലിയെ മാതിരിയുള്ള വളരെ പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനെ പഠിക്കാനൊരു അവസരം നമ്മുടെ സംസ്കാരത്തിന് ഇല്ലാതെ പോവുക എന്നൊക്കെ പറയുന്നത് ശരിക്കും വളരെ വളരെ ദയനീയ അവസ്ഥയാണ്. നമ്മുടെ കേരളത്തിലെ സമൂഹത്തിൻ്റെ ആയാലും ഭാരതത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒരു സംസ്കാരത്തിന് യോജിച്ചതായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. മാത്രമല്ല ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ന് പുതിയ മാധ്യമത്തിൻ്റെ ഒരു സ്വാധീനം ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസിനെയൊക്കെ മാറ്റിമറിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ആരുടെ സംഗീതം, ഏത് രാജ്യത്തുള്ള സംഗീതം ആസ്വദിക്കാനും നമുക്കിന്ന് സാധിക്കും. അപ്പോൾ ഇത്തരം ബാൻ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പ്രായോഗികമായിട്ടൊരു കാര്യമേ അല്ല. ഒരു കലാകാരനെ ഇവിടെ വിളിച്ച് വരുത്താതിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ. ആസ്വാദനവും കേൾവിയും ഒക്കെ നടക്കുന്നുണ്ട്. ചർച്ചയിലേക്ക് എത്തുകയാണ് ശ്രീ പെരൂർക്കട ഹരികുമാർ. ഇവിടെ ശ്രീ രാജേഷ് സൂചിപ്പിച്ച ഒരു സുപ്രധാനമായ വിഷയമുണ്ട്. പല ഘട്ടങ്ങളിലും ഇത്തരം വിഷയങ്ങളെയും ഒക്കെ തന്നെ രണ്ടായി കാണാനുള്ള ഒരു സംസ്കാരം ഇന്ത്യക്കുണ്ടായിരുന്നു. അവിടെയാണ് ഗുലാം അലി ഖാന്റെ കാര്യമൊക്കെ ശ്രീ രാജേഷ് ചൂണ്ടിക്കാണിച്ചത്. ആ ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഗുലാം അലിയുടെ വിഷയത്തെയും കാണേണ്ടത്. അതിനുമപ്പുറത്തേക്കും മുംബൈയിലും പൂനെയിലും ഒക്കെ അയാൾ സംഭവിച്ചത് ഭീതിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഒരു ഭീഷണിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒടുവിൽ ഒരു കലാകാരനെ അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നു. ഈ വിധത്തിലാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? ഞാനിതിൽ മറ്റൊരു കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം നേരത്തെ തന്നെ ഈ മുംബൈയിലെയും പൂനെയിലെയും പ്രതിഷേധത്തെ തുടർന്ന് അപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ പാടാനിരുന്നു, അതുപോലെ UP-യിൽ. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ ഇനി പാടുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ സംഘാടകർ ഇപ്പോൾ സ്വരലയാണെന്ന് പറയുന്നു, അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗായകനെ ഇപ്പോൾ കേരളത്തിൽ? അപ്പോൾ ശ്രീ MP രാജേഷ് പറഞ്ഞു അവർക്ക് അങ്ങനെ ഈ പറഞ്ഞ ആരെയും തോൽപ്പിക്കാനുള്ള യാതൊരു ലക്ഷ്യമില്ലെന്ന് പറയുന്നു. പക്ഷേ അത് വ്യക്തമാണ്, അത് അങ്ങനെയുള്ള ഒരു അജണ്ട ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ശിവസേന ഇതിനെ എതിർക്കാനുള്ള കാരണം ഇന്ത്യയിൽ 1993 മുതൽ നിരവധി തീവ്രവാദി ആക്രമണങ്ങൾ, പാർലമെൻറ്റ് ആക്രമണം, മുംബൈ ഭീകരാക്രമണം, ഇതുപോലെയുള്ള നിരവധി ആക്രമണ പരമ്പരകൾ നടന്നു. അതിലെ 93 മുഖ്യപ്രതി ദാവൂദ് ഇബ്രാഹിം, അദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാനിൽ സുരക്ഷിതനാണെന്നുള്ള മീഡിയ റിപ്പോർട്ടുകളാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷ പാക് സൈന്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 2008 ബോംബെ തീവ്രവാദ ആക്രമണ കേസിലെ മുഖ്യ തീവ്രവാദി അല്ലെങ്കിൽ സൂത്രധാരൻ, അദ്ദേഹം ഇന്നും പാകിസ്ഥാനിൽ സ്വതന്ത്രനാണ്. അതുപോലെ വിഹരിച്ചുകൊണ്ട് അപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള തീവ്രവാദി പ്രവർത്തനങ്ങൾ നിരന്തരം നടക്കും. നമ്മുടെ ശ്രീ MP രാജേഷ് അദ്ദേഹം ഇന്ന് ഇരിക്കുന്നത് ഡൽഹിയിലാണ്. പാർലമെൻറ്റ് നടക്കുന്നു. പാർലമെൻറ്റ് മന്ദിരം 2001 തീവ്രവാദികൾ ആക്രമിച്ചു. അതിനുശേഷം പാകിസ്ഥാൻ്റെ നിലപാട് ഇന്ത്യക്കെതിരായിട്ടുള്ള തുടരെയുള്ള ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങൾ, ഒളിയാക്രമണങ്ങൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ ഫലപ്രദമായി നേരിടുന്നതിന് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ അതല്ലേ നോക്കേണ്ടത്. ആ വിധത്തിൽ ആ കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതല്ലേ കേന്ദ്ര സർക്കാർ ആലോചിക്കേണ്ടത്. അല്ല, ഞാൻ പറയുന്നത് 2001 ഈ നമ്മുടെ പാർലമെന്റ് ആക്രമിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള സംഘം ലാഹോർ സന്ദർശിച്ചു.
അപ്പോൾ പ്രസിഡന്റ് പർവേസ് മുഷറഫ് ഇന്ത്യ സന്ദർശിച്ച് പോയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്. അപ്പോൾ നമ്മളൊരു നയതന്ത്ര ബന്ധത്തിനായി മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ സമീപനം നമ്മൾ നല്ല സമീപനമായി മുന്നോട്ട് വരുമ്പോൾ അതിന് തിരിച്ചടിയായിട്ട് അവർ നൽകുന്നത് ഇതുപോലെയുള്ള തീവ്രവാദി ആക്രമണങ്ങൾ. നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. നമുക്കറിയാം കാർഗിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജെറി പ്രേംരാജ്, അതുപോലെ തന്നെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ബോംബെ തീവ്രവാദി ആക്രമണത്തിൽ അതിനെ നേരിട്ട സന്ദീപ് ഉണ്ണികൃഷ്ണൻ, അതുപോലെയുള്ളവരെ അവർ ഈ കേരളത്തിൻ്റെ മക്കളാണ്. അവർക്ക് ഇതുപോലെ ഈ ഗസൽ ഗായകനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇന്നും ആ തീവ്രവാദത്തെ നേരിടുവാൻ ഇന്ത്യക്ക് സാധിക്കുന്നില്ല. ശ്രീ എം പി രാജേഷ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവിടെ സൂചിപ്പിച്ചത് അത്തരം ആക്രമണങ്ങൾ ഒക്കെ നടത്തിയ പാകിസ്ഥാനിൽ നിന്നും ഒരാളെ പാട്ടുപാടാനായി അല്ലെങ്കിൽ പാടാനായി ഇവിടെ കൊണ്ടുവന്നാൽ അതൊരു ദുസൂചനയാകും നൽകുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇന്ത്യയിലേക്ക് കയറ്റാതിരിക്കുന്നതിലൂടെ പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പാണ്. ആ വിധത്തിലൊക്കെയാണോ അത് വായിച്ചെടുക്കേണ്ടത്? പാകിസ്ഥാൻ അത് മുന്നറിയിപ്പല്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ശിവസേന പാകിസ്ഥാനിലെ ഈ മതമൗലികവാദ, തീവ്രവാദ, ഭീകരവാദ ശക്തികളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ശിവസേന ഇത്തരത്തിലുള്ള അസഹിഷ്ണുതയുടെ പ്രകടനങ്ങൾ നടത്തുമ്പോൾ, വിലക്കും ഭീഷണിയും ഒക്കെ പുറപ്പെടുവിക്കുമ്പോൾ അവരാണ് ചിരിക്കുന്നത് എന്ന് ഇവർ മനസ്സിലാക്കണം. ഇവർ മനസ്സിലാക്കാത്തതുകൊണ്ടല്ല, ഇവിടെ ശിവസേന ഉണ്ടാവേണ്ടത് അവിടുത്തെ ഈ തീവ്രവാദികളുടെ ആവശ്യമാണ്, അവരുണ്ടാവേണ്ടത് ഇവരുടെ ആവശ്യമാണ്. രണ്ടു കൂട്ടരുടെയും വയറ്റിപ്പിഴപ്പ്, പരസ്പരം ഈ ആശ്രയിച്ചു നിൽക്കുന്ന പരസ്പരാശ്രിതത്വം ഈ തീവ്രവാദികൾ തമ്മിലുണ്ട്. ശിവസേനയും ശിവസേന എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കഴിഞ്ഞ NDA ഗവൺമെന്റിൽ ലോക്സഭാ സ്പീക്കർ ഉൾപ്പെടെയുള്ളത് ഇന്ന് കേന്ദ്രത്തിൽ 18 MP-മാരും 5 രാജ്യസഭാ മെമ്പർമാരും പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ താങ്കൾ തീവ്രവാദി എന്നുള്ള പ്രയോഗം അത് പിൻവലിക്കണം. ശിവസേന രാജ്യ താല്പര്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. താങ്കളെ പോലെയുള്ളവർ ഇവരെ കൊണ്ടുവന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. താങ്കളെ പോലെയുള്ള രാഷ്ട്രീയ, താങ്കളെ പോലെയുള്ളവർ, ഞാൻ പറയുന്നു, കഴിഞ്ഞ ഇന്ത്യ ബോംബെ സ്ഫോടന കേസിലെ പ്രതി യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയപ്പോൾ അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് തൂക്കിലേറ്റി അദ്ദേഹത്തിന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ശിക്ഷ വിധിച്ചതാണ്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. രാജേഷ്, അതൊന്ന് ക്ലിയർ ചെയ്യണം. ശ്രീ ഹരികുമാറിന്റെ ആരോപണം അല്ല, ശിവസേന എത്രത്തോളം ഉത്തരവാദപ്പെട്ട പാർട്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ശിവസേനയുടെ MP-മാരും മന്ത്രിമാരും ഉണ്ടായിട്ടല്ല ഉത്തരവാദിത്വം കാണിക്കേണ്ടത്, ചെയ്തികളിലാണ് ഉത്തരവാദിത്വം കാണിക്കേണ്ടത്. വാജ്പേയിയുടെയും അദ്വാനിയുടെയും ഏറ്റവും അടുത്ത ആളായിരുന്ന, അദ്വാനിയുടെ സഹപ്രവർത്തകനായിരുന്ന സുധീന്ദ്ര കുൽക്കർണിയെ, ഇടതുപക്ഷക്കാരനൊന്നും അല്ലല്ലോ, സുധീന്ദ്ര കുൽക്കർണിയുടെ തലയിൽ കരിയോയിൽ ഒഴിച്ചത് ശിവസേനയാണ്. ഉത്തരവാദിത്തമുള്ള പാർട്ടികൾക്ക് ചേർന്ന പ്രവർത്തനമാണല്ലോ അക്കാര്യം, അല്ലേ? അതുപോലെ അമീർ ഖാന്റെ കരണത്തടിക്കുന്നവർക്ക് ഓരോ അടിക്കും 1 ലക്ഷം പ്രഖ്യാപിച്ചത് ശിവസേനയാണ്. അല്ല, നിങ്ങൾ ഈ അസഹിഷ്ണുത ചർച്ചയിലും കാണിച്ചാൽ ശരിയാവില്ല. നിങ്ങൾ പറയുമ്പോഴൊക്കെ ഞാൻ കേട്ടിരിക്കുകയാണ്. അത് തന്നെ ആൾക്കാർക്ക്, കാണുന്നവർക്ക് വ്യത്യാസം മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറയുമ്പോഴെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തടുത്തല്ലായിരിക്കും, എന്റെ തലയിൽ കരിയോയിൽ വീഴില്ല എന്നേ ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ കുറച്ച് അകലെ ഡൽഹിയിലെ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് എന്നതുകൊണ്ട് ഒരു പക്ഷെ എന്റെ തലയിൽ കരിയോയിൽ വീഴില്ലായിരിക്കും. ഇങ്ങനെ പെരുമാറിക്കൂടാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അമീർ ഖാന്റെ കരണത്തടിക്കുന്നവർക്ക് 1 ലക്ഷം പ്രഖ്യാപിക്കുന്നു. ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ചേർന്നതാണോ? ഒടുവിൽ അതിന്റെ തന്നെ മറ്റൊരു നേതാവ് പറയുന്നു, ആ 1 ലക്ഷം പ്രഖ്യാപിച്ചത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ആർക്കും ആരുടെയും മേലിൽ നിയന്ത്രണമില്ലാത്ത ഒരു ലുംബൻ എലിമെന്റ്സ് ചേർന്ന ഒരു സംഘമായ ഒരു ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് ശിവസേന മാറി എന്നത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് രോഷം വരും. പക്ഷെ രോഷം വന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ തന്നെ പ്രവർത്തികളാണ് അങ്ങനെ പറയിപ്പിക്കുന്നത്. അപ്പോൾ ഉത്തരവാദിത്വം പ്രവർത്തികളിലാണ് കാണിക്കേണ്ടത്. എനിക്ക് പറയാനുള്ളത്, ഗുലാം അലിയെ പോലുള്ള ആളുകളല്ലല്ലോ ഈ ആക്രമണം നടത്തുന്നത്, ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന്റെ പിന്നിലും അവരല്ല ഉള്ളത്. എന്നാൽ അവർ യഥാർത്ഥത്തിൽ ഇത്തരം ശക്തികൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ്. പാകിസ്ഥാനിലെ കലാകാരന്മാർ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, അവരെല്ലാം ഈ തീവ്രവാദികളുടെ നോട്ടപ്പുള്ളികളാണ്. അവർക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. ശിവസേന ഇത്ര വലിയ പ്രസംഗം നടത്തുന്നുണ്ടല്ലോ. നമ്മുടെ ദാവൂദ് ഇബ്രാഹിമിന്റെ മകളെ കല്യാണം കഴിച്ചിട്ടുള്ളത് ജാവേദ് മിയാൻദാദിന്റെ മകനാണ്. പാകിസ്ഥാന്റെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിട്ടുള്ള ജാവേദ് മിയാൻദാദിന്റെ മകൻ. ജാവേദ് മിയാൻദാദിനെ വീട്ടിൽ വിളിച്ച് സൽക്കരിച്ചിട്ടുള്ള ആളാണ് ബാൽ താക്കറെ. അദ്ദേഹത്തിന്റെ സൽക്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. അപ്പൊ ഇതൊക്കെ ഇരട്ടത്താപ്പാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഇങ്ങനെ ചിലർക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഇതാരെയാ സഹായിക്കുന്നത്? ഇത് സഹായിക്കുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദികളെ, പാകിസ്ഥാനിലെ മതമൗലികവാദികളെയാണ്.
രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ ശിവസേന നിറവേറ്റി കൊടുക്കുന്നത്. ശിവസേന ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് അവിടെ പകയും വിദ്വേഷവും പ്രചരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ രണ്ടു കൂട്ടരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പകയും വിദ്വേഷവുമാണ്. കാര്യമായ വ്യത്യാസം ഇരു കൂട്ടരും തമ്മിലില്ല എന്ന് മനസ്സിലാക്കണം. പിന്നെ വധശിക്ഷയുടെ കാര്യം പറഞ്ഞു. ഏതെങ്കിലും ഒരു വധശിക്ഷയല്ല. CPIM എന്ന പാർട്ടി വധശിക്ഷയെക്കുറിച്ച് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ലോകത്ത് പല രാജ്യങ്ങളും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിട്ടുണ്ട്. CPIM ചർച്ചകൾക്ക് ശേഷം സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് വധശിക്ഷ വേണ്ട എന്നുള്ളതാണ്. ഇനി ഞങ്ങളെ മാത്രം നിങ്ങൾ ആക്ഷേപിക്കുന്നത് എന്തിനാ? ഈ ശിവസേന ഉൾപ്പെടെ പങ്കാളിയായിരുന്ന മന്ത്രിസഭയിലെ നിയമമന്ത്രിയായിരുന്ന BJPയുടെ സമുന്നത നേതാവും ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭ അഭിഭാഷകരിൽ ഒരാളുമായിട്ട് രാംജത്ത് മലാനി ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. BJP MP ആയിട്ടുള്ള ഇപ്പോഴും MP ആയിട്ടുള്ള ശത്രുഘ്നൻ സിൻഹ ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വരുൺ ഗാന്ധി BJP MP ആണ്, ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. 300ഓളം ഇന്ത്യയിലെ പ്രമുഖ സുപ്രീം കോടതി ജഡ്ജിമാരുൾപ്പെടെയുള്ള ആളുകൾ, മാർക്കണ്ഡേയ കാട്ജുവിനെ പോലുള്ള ആളുകൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ CPIM മാത്രം സ്വീകരിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഇതാണ് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തെറ്റായ കാര്യങ്ങൾ, സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, പക, വിദ്വേഷം ഇതിന്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശിവസേന ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത ഒരു സംഘമാണ് എന്ന് പറയേണ്ടി വരുന്നത്. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീവത്സ മേനോൻ, സ്വാഭാവികമായി ഇന്ന് ശിവസേനയുടെ പ്രതിഷേധം മാത്രമാണ് അല്ലെങ്കിൽ നിലപാട് മാത്രമാണ് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഈ കാര്യത്തെ ചെറുതാക്കി കാണാമായിരിക്കും. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഇത് പറയാനുണ്ടാകുന്ന ഒരു വലിയ സ്പേസ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നതല്ലേ, അതുകൂടി കൂടുതൽ പ്രസക്തമല്ലേ, അതുകൂടി കൂടുതൽ ഗൗരവത്തോടു കൂടി കാണേണ്ടതല്ലേ, പ്രത്യേകിച്ച് ഒരു കലാകാരൻ എന്ന നിലയിൽ? തീർച്ചയായിട്ടും. കാരണം ഒരു കലാകാരൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ എക്സ്പ്രഷൻ, അത് സംഗീതമാവട്ടെ, പെയിൻറ്റിങ് ആവട്ടെ, സിനിമയാവട്ടെ, ഇതെല്ലാം അവൻ്റെ ഒരു എക്സ്പ്രഷൻ അവന് മുമ്പിൽ കാണുന്ന ജനങ്ങൾക്ക്, ഒരു സമൂഹത്തിന് സൗന്ദര്യാത്മകമായിട്ടുള്ള അവൻ്റെ ആ ആവിഷ്കാരം ജനതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് തടസ്സങ്ങൾ, പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് വിവേചനം, ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ട് മുതലേ ഉണ്ടായിരുന്ന വിവേചനമാണെന്ന്. പക്ഷേ അതിന് വേറൊരു രീതിയിലുള്ളൊരു സംഘടിതമായ ഒരു പ്രൊട്ടസ്റ്റാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിലൊക്കെ കലാകാരൻ തന്നെയാണ് അതിൻ്റെ എല്ലാ ബ്രണ്ടും എടുക്കുന്നത്. കലാകാരനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ കല കാണിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി വേറൊരു തലവും കൂടെ ആവാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുള്ളൂ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പാടാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥ കൂടെ വരികയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സംഗീതത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതം നല്ലപോലെ പുഷ്പിച്ചു വന്നിട്ടുള്ളത് തുടക്കം ഭാരതീയ സംഗീതത്തിൽ നിന്നാണെങ്കിലും അഫ്ഗാൻ, പേർഷ്യൻ സംഗീതം, മുഗൾ സംഗീതം, ഇതൊക്കെ ഇതിൻ്റെ ചേരുവകൾ ഹിന്ദുസ്ഥാനി സംഗീതത്തെ സമ്പുഷ്ടമാക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ സംഗീതം മാത്രം എടുത്താൽ തന്നെ സംഗീതജ്ഞരാവട്ടെ, കമ്പോസേഴ്സ് ആവട്ടെ, രാജാക്കന്മാരായിക്കോട്ടെ, പേട്രണൈസേഴ്സ് ആയിക്കോട്ടെ, എങ്ങനെയൊക്കെ നോക്കിയാലും വളരെ ഇൻക്ലൂസീവായിട്ടുള്ള സംഗീതത്തിനെ വളർത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മുടെ സംസ്കാരത്തിൽ ഭാരതീയം എന്ന് നമ്മൾ ഒരു അന്ന് പാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രത്തിനകത്തുകൂടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. അത് ഇന്ന രാജ്യത്തിൽ നിന്നുള്ളത്, ഗാന്ധാര രാജ്യത്തിൽ നിന്നുള്ള സംഗീതജ്ഞർ പാടില്ല, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള സംഗീതജ്ഞർ പാടില്ല എന്നൊന്നും അന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള 2 ശാസ്ത്രീയ കലകൾ ഇന്ന് ഭാരതത്തിൽ വേരൂന്നി നിൽക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ ശിവസേനയുടെ അദ്ദേഹം പറയുന്നത് കേട്ടു, ഒരു ടെററിസ്റ്റ് ആക്രമണത്തിനെക്കുറിച്ചും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര കാര്യങ്ങളിലൊക്കെ ഒരു കലാകാരനെ ഇതിനകത്ത് വലിച്ച് ഇഴക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു പൊളിറ്റിക്കൽ വാക്വത്തിലൊന്നും അല്ല ഒരു കലാകാരൻ ഇരിക്കുന്നത്, എന്നാലും ഒരു പൊളിറ്റിക്കൽ വാക്വത്തിൽ ഇരിക്കാനാണ് ഒരു കലാകാരൻ ആഗ്രഹിക്കുന്നത്. ഇതിനെ തടസ്സം വരുത്തുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഗുലാം അലി എന്നൊക്കെ പറയുന്നത്. ഒരു സാധാരണ സംഗീതജ്ഞനല്ല, ഒരു മനോഹര സംഗീതം കേൾക്കേണ്ട ഒരു ഗായകനല്ല. അദ്ദേഹം അതിപ്രഗത്ഭനായിട്ടുള്ള
അദ്ദേഹത്തിൻ്റെ ചുക്കേ ചുക്കേ എന്നുള്ള ഗാനങ്ങളൊക്കെ അതിൻ്റെ എസ്തെറ്റിക് കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഗായകർ ഇന്ന് ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സംഗീതജ്ഞരുടെ പട്ടികകളിൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സംഗീതജ്ഞരുടെ പട്ടികകളിൽപ്പെട്ട ഗുലാം നബി അലിയെ പോലെയുള്ള സംഗീതജ്ഞരെ നമ്മുടെ സംസ്കാരത്തിലുള്ള നമ്മുടെ സാധാരണ ജനങ്ങൾ കേട്ടിരിക്കണം, കണ്ടിരിക്കണം, ഇടപഴകിയിരിക്കണം, അദ്ദേഹമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവണം. എന്നാലേ ഒരു കല എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിലും ഇത്തരം കലാകാരന്മാർക്ക് വിഷൻ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ളൊരു കലാകാരനായി മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? യേശുദാസിനെമാരി വെള്ള ജുബയും വെള്ള ഷൂസും ഒക്കെ ഇട്ട് ഇന്ന് ജനങ്ങൾ നടക്കുന്നത്. സംഗീതം അദ്ദേഹത്തിനെമാരി എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെമാരി പാടാൻ നമ്മുടെ മനസ്സിൽ വേറെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ അതിർത്തി കടന്നു പോലും പല ആളുകൾ ഇറാനിൽ നിന്ന് മികച്ച സംവിധായകർ പോലും കേരളത്തിൽ വരുന്നു. അവരെ നമ്മുടെ തലമുറ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ചർച്ചയും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. അവിടെയാണ് ഗുലാം അലി അദ്ദേഹത്തെ ഒരു കലാകാരനായി കാണുന്ന ഒരു നിലപാടിലേക്ക് ശിവസേനയ്ക്ക് എന്തുകൊണ്ട് വന്നുകൂടാ എന്ന ഒരു ആരോപണം ഉയർന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ കലാകാരന്മാർക്ക് പോരെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം? അപ്പോൾ ശ്രീവത്സൻ മേനോൻ അദ്ദേഹത്തെ പോലെയുള്ളവർ ചോദിക്കുന്നത് അല്ല അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ. ഇപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹം പാകിസ്ഥാൻ എന്നുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് എന്തിനാ ഇന്ത്യൻകാരൻ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കാർഗിൽ യുദ്ധമുണ്ടായി, അതുപോലെ യുദ്ധങ്ങളുണ്ടായി. ഇന്ത്യൻ സൈനികൻ പാക് അതിർത്തിയിൽ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വെട്ടിനുറുക്കി കണ്ണും അവയവങ്ങളും ചൂർന്ന് ഓരോ ശരീരഭാഗങ്ങൾ അതിനെ വികൃതമായിട്ടാണ് ഇന്ത്യയിലോട്ട് തിരിച്ചയക്കുന്നത്. അതേസമയം ഇന്ത്യ കാണിക്കുന്ന സഹിഷ്ണുത, ഇന്ത്യൻ അതിർത്തിയിൽ ഒരു പാക് ജവാൻ മരിച്ചാൽ അവനെ എല്ലാവിധ ബഹുമതികളോടും കൂടി അങ്ങോട്ട് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഈ ആസ്വാദനം ഇങ്ങനെ മരണപ്പെടുന്ന ഈ ആളുകൾക്കില്ലേ, സൈനികർക്കില്ലേ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിരപരാധികളായിട്ടുള്ള, ഇന്ത്യയിൽ കൊല്ലപ്പെടുന്ന നിരപരാധികൾ, ഇതുപോലെയുള്ള തീവ്രവാദി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്കില്ലേ, അപ്പോൾ എന്തിനാണ് ഇവിടെ ഒരു വിഭാഗം ആൾക്കാർ മാത്രം ഇന്ത്യയുമായി ഇത്തരം നിരന്തരമായുള്ള ശത്രു? രാജേഷ് അദ്ദേഹം പറഞ്ഞത് ബാൽ താക്കറെയും നമ്മുടെ മിയാൻ ദാദുമായി കൂടിക്കാഴ്ച നടത്തി. അതുകൊണ്ട് 2004 നടന്നു. പക്ഷേ 2005 അന്ന് സംസാരിച്ചത് ഇന്ത്യയുടെ ജനങ്ങളും പാകിസ്ഥാനിലെ ജനങ്ങളും എന്താണ് സഹിഷ്ണുത ആഗ്രഹിക്കുന്നു, പക്ഷേ 2005 പോയി ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ബന്ധമുണ്ടാക്കുന്നു. അത് 2005. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവർ വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല. ഇന്ത്യ എപ്പോഴൊക്കെ ഇവരോടൊപ്പം മുന്നോട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു നിലപാട് ശിവസേനയുടെ രാഷ്ട്രീയമായുള്ള നിലപാടാണ്. ഇത്തരത്തിലുള്ള ഇന്ത്യയെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുമായി എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ലതാ മങ്കേഷ്കറുണ്ട്, അല്ലെങ്കിൽ അമിതാഭ് ബച്ചനുണ്ട്, ഇവരെയൊക്കെ എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് വിളിച്ച് പാടിക്കുന്നില്ല? യഥാർത്ഥത്തിൽ ഗുലാം അലി പാടേണ്ടത് പാകിസ്ഥാനിലാണ്. അവിടെ ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഈ തീവ്രവാദ കക്ഷികളുടെയും അല്ലെങ്കിൽ തീവ്രവാദികളുടെയും അതുപോലെ തന്നെ ഇന്ത്യക്കെതിരായി ഒളിയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന പാക് അധികാരികളെയും അവരുടെ മനസ്സ് മാറി സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ ശ്രീ ഹരികുമാർ പറഞ്ഞെടുത്ത് തന്നെയാണ് ഈ വികാരം ഉണർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് സമീപകാലത്തായി ശിവസേന പല കാര്യങ്ങളിലും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അത് തന്നെയാണ് ഇവിടെ ശ്രീ ഹരികുമാറിന്റെ വാക്കുകളിലും പ്രതിഫലിക്കുന്നത്. ശ്രീ എം പി രാജേഷ്. ശ്രീ ഹരികുമാറിന്റെ വാക്കുകൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദയനീയമെന്നോ അസംബന്ധമെന്നോ പരിഹാസ്യമെന്നോ ഏത് വാക്കാണ് ഉചിതമായി തീരുക, അല്ലെങ്കിൽ എല്ലാ വാക്കുകളും ഒരുപക്ഷെ വിശേഷണങ്ങളായിട്ട് ഇതിന് ഉപയോഗിക്കാം. വികാരമാണ്. താങ്കൾക്ക് ഇത് പരിഹാസമായി തോന്നും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ധീര സൈനികരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ രക്തസാക്ഷികളെ അവരെ അവഹേളിച്ചുകൊണ്ട് താങ്കളുടെ പോലെയുള്ളവർ ഈ പറയുന്ന ഈ ഇങ്ങനെയുള്ള ഗാനസന്ധികളും അവരുടെ ഞാൻ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. അതെ, താങ്കൾ തീവ്രവാദി എന്നോ ഈ പറഞ്ഞ എന്ത് അസംബന്ധം വേണമെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് ശ്രീ രാജേഷ് മറുപടിയിലേക്ക് നോക്കൂ, എത്രമാത്രം അസഹിഷ്ണുതയുണ്ട് എന്നത് ഒരു ടെലിവിഷൻ സ്റ്റുഡിയോയിൽ ഇത്രയും അസഹിഷ്ണുത കാണിക്കുമെങ്കിൽ പുറത്തെന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് ശിവസേനയുടെ ഒരു കൾച്ചർ അങ്ങനെയാണ്. അത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇത് കേരളത്തിൽ ഇങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല മുമ്പൊക്കെ. ഇപ്പൊ കേരളത്തിലും ഈ അസഹിഷ്ണുതയുടെ ജൽപ്പനങ്ങൾ നടത്താൻ കുറച്ചു പേർക്കാണെങ്കിലും ന്യൂനപക്ഷത്തിനാണെങ്കിലും കഴിയുന്നൊരു അന്തരീക്ഷം വരുന്നു. ഈ അന്തരീക്ഷത്തിലാണ് ഗുലാം അലിയുടെ സംഗീതം കേരളത്തിൽ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം കൂടുന്നത്. മുംബൈയിൽ ഇത്തരം യുക്തിരഹിതമായിട്ടുള്ള
അയുക്തികമായിട്ടുള്ള ഇത്തരം വാദങ്ങൾക്കൊക്കെ കുറച്ച് സ്പേസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. മുംബൈ പോലുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ. കേരളത്തിൽ അതുണ്ടായിരുന്നില്ല. അങ്ങനെ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിരലിലെണ്ണാവുന്നവരാണെങ്കിലും കുറച്ചാളുകൾ ശ്രമിക്കുന്നു. ഒരു കൂസലുമില്ലാത്തതൊക്കെ പറയാൻ കഴിയുന്നു. അതാണ് കഴിഞ്ഞ ദിവസം നൗഷാദിന്റെ മരണത്തെക്കുറിച്ചും പറഞ്ഞത്. പക്ഷെ അതിനോട് വളരെ തീക്ഷണമായി പ്രതികരിക്കുന്ന സമൂഹമാണ് കേരളത്തിന്റെ. ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താ, അതിർത്തിയിലെ സംഘർഷങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഗുലാം അലി ഇവിടെ പാടാതിരിക്കുന്നതിന് കാരണം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു, ഗുലാം അലി അല്ല ഈ അതിർത്തിയിലെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത്. ഗുലാം അലി അടക്കമുള്ള കലാകാരന്മാരും എഴുത്തുകാരും എല്ലാവരും ഈ തീവ്രവാദത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നവരാണ്. തീവ്രവാദികളുടെ ശത്രുക്കളുടെ പട്ടികയിലുള്ളവരാണ്. ഇപ്പോൾ നോക്കൂ, ബംഗ്ലാദേശിൽ ഇവിടെ കൽബുർഗിയെയും പൻസാരയെയും കൊല്ലുന്നത് പോലെ, അവിടെ ദാബോൽക്കറെ കൊല്ലുന്നത് പോലെ അഭിജിത് റോയ് ഉൾപ്പെടെയുള്ള എഴുത്തുകാരെ, സ്വതന്ത്ര ചിന്തകരെ, കലാകാരന്മാരെ, പുസ്തക പ്രസാധകരെ ഒക്കെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ട കാര്യം. ഇവർ യഥാർത്ഥത്തിൽ ആരെയാണ് സഹായിക്കുന്നത്? പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് ഇതിൽ പരം സന്തോഷം എന്താ വേണ്ടത്? പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ കൗണ്ടർ പാർട്സ് ആണ് ഇവിടുത്തെ ശിവസേനയും കൂട്ടരും. അതുകൊണ്ടാണ് അവർ ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഞാൻ തിരികെ എത്താം, ചർച്ചയിലേക്ക് തിരികെ എത്താം. സമയം ഏതായാലും അതിക്രമിക്കുകയാണ്. സമയം പൂർത്തിയാവാറായി. വളരെ വേഗം ശ്രീവത്സൻ, ഒറ്റ സെന്റൻസിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. കേരളമാണ് ഈ വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ശിവസേനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിന് മുന്നോട്ട് പോയി ഇന്ത്യക്ക് തന്നെ മാതൃകയാകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് കേരളത്തിന് മാത്രമേ പറ്റുള്ളൂ. യെസ്, ശ്രീ ഹരികുമാർ, ഒരു ഉപദേശമായി കരുതണ്ട. പക്ഷേ ഈ അസഹിഷ്ണുത എന്ന വേർഡ് കുറേ ദിവസങ്ങളായി നമ്മൾ വല്ലാതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ. കാര്യങ്ങളെ കൂടുതൽ സഹിഷ്ണുതയോടുകൂടി കണ്ട് പ്രതിഷേധങ്ങളെ അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതല്ലേ? അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ശിവസേന പോകുന്നു? അല്ല, എനിക്ക് ഞാൻ എന്തുകൊണ്ട് ഇത് അസഹിഷ്ണുത എന്നുള്ള വാക്ക് ഈ കാര്യത്തിൽ ഉപയോഗിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പാകിസ്ഥാൻ അല്ലെങ്കിൽ പാക് പൗരനെതിരായിട്ട് ശിവസേന പ്രതികരിക്കുമ്പോൾ ചർച്ചയിൽ പ്രതിഫലിച്ചതും അത് തന്നെയാണ്. അല്ല അത്തരത്തിൽ എന്തുകൊണ്ട് കാണുന്നു? ശ്രീ എം പി രാജേഷ്, അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിലെ പ്രതിനിധിയാണ്. കഴിഞ്ഞ പാർലമെന്റ് ആക്രമണം നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ, എം പിമാർ എങ്ങനെയാണ് കസേരയുടെ അടിയിൽ കയറി ഒളിച്ച് രക്ഷപ്പെട്ടത്? അവർക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നത് പാകിസ്ഥാനിലുള്ള തീവ്രവാദികളാണ്. അവരുണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയത്തിൽ ഇവിടെ ഇന്ത്യക്കാർ തമ്മിൽ പരസ്പരം ഇന്ത്യൻ സൈനികർ നമുക്ക് വേണ്ടി ഈ തീവ്രവാദ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഒളിഞ്ഞും പതിഞ്ഞുമുള്ള ആക്രമണങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നുള്ള കലാകാരന്മാരെ വിളിച്ചുകൊണ്ട് സർഗാത്മകമായിട്ടുള്ള അവരുടെ ഇത് ചെയ്യണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ സർഗാത്മകതയെ ആസ്വദിക്കണമെന്ന് പറയുന്നത് എന്ത് വിവേചനമാണ്? ശ്രീ രാജേഷ്, ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് തന്നെ ശിവസേനയുടെ നിലപാട് ഇത് തന്നെയായിരിക്കും. ഒരു പക്ഷേ കേരളം അതിനപ്പുറത്തേക്ക് ഗുലാം അലിയുടെ പാട്ടുകൾ ലോകത്തിന് കേൾപ്പിച്ചു കൊടുക്കാൻ കേരളം വേദിയാകുമെന്നുറപ്പാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത് ഈ കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തിന് അപ്പുറത്ത് നിന്ന് ഇന്ത്യക്ക് മുഴുവനായി ചേർത്ത് പിടിക്കാൻ ആകും എന്ന് കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് ശിവസേന ഇങ്ങനെ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ. ശ്രീ രാജേഷ്. ശ്രീ ഹരികുമാർ ഇവിടെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്തുകൊണ്ട് ലതാ മങ്കേഷ്കറിനെയും അതുപോലുള്ള ഇന്ത്യൻ സംഗീതജ്ഞരെയും പാട്ടുകാരെയും പാകിസ്ഥാനിൽ പാടിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെയും പാടാൻ പാടില്ല? അവസാനം അദ്ദേഹത്തിന്റെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വാദം അതാണ്. ഫാഹിദ റിയാസ് എന്ന ഒരു പാകിസ്ഥാനി കവയത്രിയുടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കവിതയുണ്ട്. അതിങ്ങനെയാണ്: ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, നിങ്ങളും അതിവേഗത്തിൽ ഞങ്ങളെപ്പോലെ ആയിത്തീരുന്നു. പാകിസ്ഥാനിലേതുപോലെയുള്ള അസഹിഷ്ണുത, മതാന്ധത, അതുപോലെ വർഗീയത, ഇതെല്ലാം വിജ്ഞാന വിരോധം, ഇതെല്ലാം ഇന്ത്യയിലും വളർന്നു വരുന്നതിനെ വളരെ സർക്കാസ്റ്റിക് ആയിട്ട് അവർ എഴുതുകയാണ്. നിങ്ങളും അതിവേഗത്തിൽ ഞങ്ങളെപ്പോലെയായിത്തീരുന്നു. അവിടെ പറഞ്ഞു നിർത്താമെന്ന് കരുതുന്നു. ക്ഷമിക്കണം, സമയപരിമിതി മൂലം ഇടപെടുകയാണ്. വളരെ നന്ദി ശ്രീ എം പി രാജേഷ് എം പി, ഒപ്പം തന്നെ ശ്രീവത്സൻ ജെ മേനോൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ ഈ വിഷയത്തിൽ ചർച്ചയിൽ ചേർന്ന് സംസാരിച്ചതിന്. ഏതായാലും ഗുലാം അലി കേരളത്തിൽ പാടില്ല, പാടിപ്പിക്കണ്ട എന്ന നിലപാട് ശിവസേന എടുക്കുമ്പോഴും ജനുവരിയിൽ തിരുവനന്തപുരത്തും കോഴിക്കോടുമായി അദ്ദേഹം പാടും. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് സ്വരലയും എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർത്തിയാവുകയാണ്.